ധർമ്മസ്ഥലയിൽ ഇന്ന് SITയുടേത് അപ്രതീക്ഷിതമായ നീക്കമായിരുന്നു. കല്ലേരി പെട്രോൾ പമ്പിന് സമീപം ബോളൂർ വനമേഖലയിലായിരുന്നു ആ തെരച്ചിൽ. വിശദാംശങ്ങൾ ഞങ്ങളുടെ പ്രതിനിധി KV ബൈജു നൽകും. കീലേരി വനമേഖലയോട് ചേർന്ന ബേളൂരിലാണ് ഇന്നത്തെ തെരച്ചിലുണ്ടായത്. ഒരു സർപ്രൈസ് സ്പോട്ടിലായിരുന്നു SITയുടെ പരിശോധന. നേരത്തെ നിശ്ചയിച്ചത് 13-ാം പോയിന്റിൽ പരിശോധന നടത്തുമെന്നായിരുന്നു. പക്ഷേ ഇന്ന് SIT സംഘം നേരെ പോയത് ഈ വനമേഖലയായിരുന്നു. ശുചീകരണ തൊഴിലാളിയും കൊണ്ട് ഉച്ചയ്ക്ക് 1:30 കൂടിയാണ് ഈ സ്ഥലത്തേക്ക് സംഘം എത്തുന്നത്. വനപാലകർ ഉണ്ടായിരുന്നു. അത്തരത്തിൽ വലിയ സംഘം ഉദ്യോഗസ്ഥരുമൊത്ത് ഈ വനമേഖലയിൽ പരിശോധന നടത്തുകയായിരുന്നു. എന്തായാലും 4 മണിക്കൂർ നീണ്ട പരിശോധനയിൽ എന്തൊക്കെ വസ്തുക്കൾ ഇവിടെ നിന്ന് ലഭിച്ചു എന്ന കാര്യത്തിൽ SIT ഔദ്യോഗികമായി ഒന്നും പുറത്തുവിട്ടിട്ടില്ല. ഒരു 6 മണിയോടുകൂടിയാണ് സംഘം തിരിച്ചു വന്നത്. പക്ഷേ ഈ മേഖലയിൽ നേരത്തെ തന്നെ ഈ ശുചീകരണ തൊഴിലാളി തെളിവിനായി ഒരു തലയോട്ടി എടുത്തത് ഈ ഭാഗത്ത് നിന്നാണ് ഒരു സൂചനയുണ്ട്. അതുകൊണ്ടാണ് ഈ മേഖലയിൽ ഒരു പരിശോധന നടത്തിയത്. ഈ 13-ാം പോയിന്റ് എന്ന് പറയുന്നത് നേത്രാവതി പുഴയോട് ചേർന്ന് കിടക്കുന്ന സ്നാനഘട്ടിക്ക് സമീപമുള്ള പോയിന്റാണ്. ഒരുപാട് മൃതദേഹങ്ങൾ ഇവിടെ കുഴിച്ചിട്ടുണ്ടെന്ന് സാക്ഷി വെളിപ്പെടുത്തിയ ഒരു സ്ഥലം കൂടിയാണിത്. പക്ഷേ ഇവിടെ കഴിഞ്ഞ 2 ദിവസമായി ഇവിടെ പരിശോധന നടത്തുമെന്ന് അറിയിച്ചെങ്കിലും ഇവിടെ ഒരുക്കങ്ങൾ ഉണ്ടായെങ്കിലും പരിശോധന നടത്തിയില്ല. ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ സംവിധാനം ഇവിടെ എത്തിച്ച് വിശദമായി പരിശോധന നടത്തിയതിന് ശേഷം കുഴിച്ച് പരിശോധന നടത്തിയാൽ മതി എന്ന ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ള SIT എത്തിയിട്ടുള്ളത്. അത് ബംഗളൂരിൽ നിന്നാണ് ഇത്തരത്തിൽ ഒരു ഉപകരണം എത്തിക്കേണ്ടത്. ഒരു പക്ഷേ നാളെയോ മറ്റന്നാളോ ഈ സംവിധാനം എത്തിച്ച് ഇവിടെ വിശദമായ ഒരു പരിശോധന നടത്തിയേക്കാം. എന്തായാലും വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ നിരവധി മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുണ്ടെന്നാണ് സാക്ഷി വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതിലൊരിടമാണ് ഇന്ന് പരിശോധന നടത്തിയത്. ഇത്തരത്തിൽ നിരവധി സർപ്രൈസ് സ്പോട്ടുകളുണ്ട്. നേരത്തെ മാർക്ക് ചെയ്യാത്ത ഒരുപാട് സ്പോട്ടുകളുണ്ട്. അത്തരം ഇടങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്താനാണ് ഇപ്പോൾ SIT തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും ഒരുപാട് തെളിവുകൾ SITക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും പുറത്തുവിടാൻ SIT ഇതുവരെ തയ്യാറായിട്ടില്ല. ഈ പരിശോധനയുടെ വിശദാംശങ്ങൾ കൃത്യമായി മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്ക് ഇപ്പോൾ റിപ്പോർട്ടായി കൈമാറിയതായും ഒരു വിവരമുണ്ട്. വൈകാതെ തന്നെ ഈ വിവരങ്ങളെല്ലാം കോടതിയിൽ സമർപ്പിക്കാനാണ് SITയുടെ തീരുമാനം. എന്തായാലും നാളത്തെ പരിശോധനയും വളരെ നിർണായകമാണ്. ഇനി 13-ലെ പരിശോധന നാളെ ഇത്തരത്തിൽ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ സംവിധാനം എത്തിച്ച് നടത്തുമോ? അത് ഏതായാലും നാളെ മാത്രമേ ഈ കാര്യത്തിൽ ഒരു വിവരങ്ങൾ ലഭിക്കൂ. SITയുടെ തീരുമാനങ്ങളൊന്നും മുൻകൂട്ടി അറിയിക്കാത്തതാണ്. 10 മണിയോടുകൂടി തന്നെ ശുചീകരണ തൊഴിലാളി ബെൽത്തങ്ങാടിയിലെ SIT ഓഫീസിലെത്തുകയും കൂടിയാലോചന നടത്തുകയും അഭിഭാഷകർക്കൊപ്പം ഇരുന്ന് ഒരു തീരുമാനത്തിലെത്തുകയും പിന്നീട് പരിശോധന നടത്തുന്ന ഒരു രീതിയുമാണ് കണ്ടത്. ഇനി നാളെ ഏത് സ്ഥലങ്ങളിൽ പരിശോധന നടത്തും, പുതിയ സർപ്രൈസ് സ്പോട്ടുകളുണ്ടോ, അത്തരം മേഖലകൾ കേന്ദ്രീകരിച്ചായിരിക്കുമോ പരിശോധന, അതെല്ലാം ഇനി നാളെ മാത്രമേ അറിയാൻ സാധിക്കൂ. എന്തായാലും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മാധ്യമ പ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിൽ ഒരാൾ അറസ്റ്റിലായിരിക്കുന്നു. ധർമ്മസ്ഥലയിലെ സോമനാഥ എന്ന് പറയുന്ന ഈ D ഗ്യാങ്ങിൽപ്പെട്ട ഒരാളാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഈ കേസിൽ കണ്ടാൽ അറിയാവുന്ന 150ഓളം പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഒപ്പം 7 FIRകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ പ്രതികളെല്ലാം തന്നെ ഉടൻ പിടിയിലാകുമെന്നാണ് ധർമ്മസ്ഥല പോലീസ് വ്യക്തമാക്കുന്നത്. ഇതിനിടയിൽ തന്നെ കൂടുതൽ സാക്ഷികൾ രംഗത്ത് വരുന്നൊരു സാഹചര്യവും ഇന്ന് കണ്ടു. 2 പുതിയ സാക്ഷികൾ ധർമ്മസ്ഥല പോലീസിലെത്തി ഇത്തരത്തിൽ കുഴിച്ചു മൂടുന്നത്, അതായത് ഈ ശുചീകരണ തൊഴിലാളി മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നത് കണ്ടു എന്ന വെളിപ്പെടുത്തലുമായി രംഗത്ത് വരുന്ന സാഹചര്യം ഇന്നും ഉണ്ടായി. കൂടുതൽ പേർ തെളിവുമായി രംഗത്ത് വരുന്നത് ഈ കേസിന് SITക്ക് കൂടുതൽ ബലപ്പെടും. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ഈ സാക്ഷികളുടെ പേരോ മറ്റു വിവരങ്ങളോ പുറത്തുവിട്ടിട്ടില്ല. ഐഡന്റിറ്റി പുറത്തുവിടാതെയാണ് ഇവർക്ക് ഈ തെളിവുകൾ ഇവർ കൈമാറിയിരിക്കുന്നത്. ആ ഒരു തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു പരിശോധനയും SITയുടെ ഭാഗത്തു നിന്നുണ്ടാവും. കൂടുതൽ തെളിവുകൾ SIT ശേഖരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് പോയിന്റ് 6-ൽ നിന്നും ഒരു തലയോട്ടി, ഒരു പൂർണ്ണ അസ്ഥികൂടം, മനുഷ്യൻ്റെ അസ്ഥികൂടം ലഭിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായും 11A എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള സ്ഥലത്ത് നിന്നും ഒരു പൂർണ്ണ മനുഷ്യൻ്റെ അസ്ഥികൂടം, ഒപ്പം ഒരു തലയോട്ടിയും 60ഓളം അസ്ഥികളും ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഫോറൻസിക് പരിശോധനാ ഫലം ഇനി വരാനുണ്ട്. എത്ര പേരുടെ മൃതദേഹാവശിഷ്ടങ്ങളാണ് ഈ ഒരു പോയിന്റിൽ നിന്ന് ലഭിച്ചത്, അത്തരം കാര്യങ്ങൾ അറിയാനുണ്ട്. അതേതായാലും ബംഗളൂരുവിലെ ലാബിലാണ് ഇത്തരത്തിൽ പരിശോധന നടത്തുന്നത്. ആ പരിശോധനാ ഫലം പുറത്തു വന്നാൽ മാത്രമേ ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വരൂ. അത് വൈകാതെ തന്നെ എത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒപ്പം ഇതുവരെ ഈ SITയുടെ അന്വേഷണ പുരോഗതി അത് സംബന്ധിച്ച ഒരു വിശദമായ വാർത്താ സമ്മേളനം ഉടൻ ഉണ്ടായേക്കും. ഒരുപക്ഷെ ബംഗളൂരുവിൽ DGP ആയിരിക്കും ഇത്തരം കാര്യങ്ങൾ വിശദമാക്കുക. ഏതായാലും നിലവിൽ SIT ഇതുവരെ ലഭിച്ച തെളിവുകൾ ഒന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല. ഔദ്യോഗികമായി ഒരു കാര്യങ്ങളും SIT സ്ഥിരീകരിച്ചു
സ്ഥിരീകരിച്ചിട്ടില്ല. വരും ദിവസങ്ങളിൽ അത് സംബന്ധിച്ച തെളിവുകൾ ഉണ്ടാവും. അത്തരം തെളിവുകൾ പുറത്തുവിട്ടേക്കാം. ഈ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടുന്ന മുഴുവൻ ഇടങ്ങളിലും പരിശോധന നടത്താൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനം. അത്തരത്തിലുള്ള ഒരു പരിശോധന തന്നെയാണ് നടക്കുന്നത്. ഒരു പക്ഷേ രാവിലെ ആയിരിക്കാം ഈ ശുചീകരണ തൊഴിലാളി ഇങ്ങനെ ഒരു ഇടം ഉണ്ടെന്ന് SITക്ക് അറിയിക്കുന്നത്. പിന്നീട് ആ മേഖല കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുന്നതാണ് കാണാൻ സാധിച്ചത്. സാധാരണ 11 മണിയോടുകൂടിയാണ് തെരച്ചിൽ നടത്തലെങ്കിലും ഇന്ന് 1:30 മാത്രമാണ് ഈ തെരച്ചിൽ നടത്തിയതും വളരെ വേഗത്തിൽ തന്നെ തെരച്ചിൽ പൂർത്തിയാക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തൊക്കെ തെളിവുകൾ ഈ ഒരു മേഖലയിൽ നിന്ന് ലഭിച്ചു എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണമില്ല. എന്തായാലും അത് വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കൂ. കൂടുതൽ ഇടങ്ങളിലേക്ക് SITയുടെ പരിശോധന മുന്നോട്ട് പോകുന്നു എന്നതിനെയാണ് ഈ കേസിനെ പ്രധാനമാക്കുന്നതും. ഇനി വരും ദിവസങ്ങളിലും അത്തരം ഇടങ്ങളിലായിരിക്കും SITയുടെ പരിശോധനയും നീളുക. ക്യാമറാമാൻ അഖിൽ ഓട്ടുപാറയ്ക്കൊപ്പം KV ബൈജു, ന്യൂസ് 18 ധർമ്മസ്ഥല.